എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായിട്ട് കാത്തിരിക്കുമല്ലേ ഇങ്ങനൊരു വീഡിയോ. എനിക്കൊരു സമയവും സാഹചര്യവും കിട്ടാത്തതുകൊണ്ടാണ് വൈകിപ്പോയത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, എല്ലാവരും പോരും കേട്ടാ. വീടിൻ്റെ പേരെന്താണെന്നറിയല്ലേ? വീടിൻ്റെ പേര് നോക്കിക്കോ, കൗസ്തുഭം എന്നാണ്. എന്താണ് കൗസ്തുഭം എന്ന് ഇപ്പം നിങ്ങൾക്കൊരു ആകാംക്ഷ കാണും. ഭഗവാൻ കൃഷ്ണൻ്റെ മാറിൽ അണിഞ്ഞിരിക്കുന്ന രത്നത്തിൻ്റെ പേര് കൗസ്തുഭം എന്നാണ്. അപ്പോൾ ഞാനത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനത്തെ പേരുണ്ട്. ഓക്കെ, വാ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഗ്രഹങ്ങൾ, ഞാൻ പൂജിക്കുന്ന വിഗ്രഹങ്ങൾ കാണണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. കൂടുതലും പേര് അങ്ങനത്തെ വരാം. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതും കൂടെ ഇനി ഇതിനകത്ത് പറഞ്ഞു തരികയാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായി വാങ്ങിയ കൃഷ്ണ വിഗ്രഹമാണ് ഈട്ടിത്തടിയിൽ തീർത്ത ഈ വിഗ്രഹം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നായിട്ട് ഞാൻ വാങ്ങിയതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തിരുപ്പതിയപ്പൻ, വെങ്കിടാചലപതി. അങ്ങനെ പിന്നെ ഗണപതി, പൂർണ്ണത്രയീശൻ, ലക്ഷ്മിയെയും വെങ്കിടാചലപതിനെയും കൂടെ ഞാൻ ഒരുമിച്ചാണ് വാങ്ങിയത്. അത് വാങ്ങിയത് ബോംബെ സ്റ്റോറിൽ നിന്നിട്ട്. എല്ലാവരും എന്നോട് ചോദിക്കുക എവിടുന്ന സിംഗ് ഇത് പറയുന്നില്ല. എനിക്കൊരു അവസരം കിട്ടാത്തതുകൊണ്ട് പറയാൻ ഞാൻ. പിന്നെ ബാക്കിയെല്ലാം ഞാൻ മൂകാംബിക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങി. അപ്പോൾ ഒരു തിരുപ്പതി, പിന്നെ നമ്മൾ ശ്രീപത്മനാഭസ്വാമിയുടെ വിഗ്രഹമുണ്ട്. അതിങ്ങനെ കിടക്കുന്നതായിട്ടുള്ളതാണ്, അനന്തശയനത്തിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം വഴിയെ. അപ്പോൾ ഇതാണ് ഇത്ര ഞാൻ ഈ പൂജിക്കുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു പ്രാവശ്യം ബോംബെ ലുലുവിൽ ചെന്നപ്പോൾ ബോംബെ സ്റ്റോറിൽ ചെന്നപ്പോഴേ ഇതിങ്ങനെ അവിടെ ഇരിക്കുന്നവിടെ പെട്ടെന്ന് കണ്ണുടക്കി. ശരിക്കും ഞാനൊരു കൃഷ്ണഭക്തയാണല്ലോ. കൃഷ്ണൻ്റെ എല്ലാ വെർഷനും എനിക്കിഷ്ടമുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മേടിക്കണമെന്ന് തോന്നി. സത്യം പറഞ്ഞാൽ അപ്പം എനിക്ക് എന്ത് ഇഷ്ടമുള്ളതിലും അപ്പം തന്നെ മേടിക്കാൻ ഞാൻ മാക്സിമം, എനിക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ അവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അതിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ ഞാൻ മേടിച്ചതാണ് മഹാവിഷ്ണുവിനെ, നമ്മുടെ ശ്രീപത്മനാഭസ്വാമിയെ. എല്ലാവരും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഒരു ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല. എനിക്കിത് ഭയങ്കര മനസ്സിന് ആനന്ദം നൽകുന്നൊരു കാര്യമാണ്. എനിക്ക് മനസ്സിന് ആനന്ദം നൽകുന്ന കാര്യം ഞാൻ ചെയ്തിരിക്കും. അത് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, ഞാൻ ചെയ്യും. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര എൻ്റെ വിശ്വാസമാണ്, എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ഇതിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ബോംബെ സ്റ്റോറിൽ ചെന്നപ്പം ഇങ്ങനെ യേശുപ്പൻ്റെ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ബോബന് വേണ്ടി അങ്ങനെ നമ്മളുടെ ഹിന്ദുസിന് ഇങ്ങനെയൊക്കെ ഉള്ളല്ലോ, ഇത് ക്രിസ്ത്യൻസിന് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം തന്നെ ഇത് എടുത്തേച്ച്. ബോബന് സന്തോഷമാവും, എനിക്ക് സന്തോഷമാവും. അങ്ങനെ ഇരിക്കുന്ന എല്ലാവരും വേണം. ഇനി അടുത്ത കാണിക്കാം. ഈ കാമധേനുവിനെ ചാരി നിൽക്കുന്ന കൃഷ്ണൻ, അതായത് പശുവിനെ ചാരി നിൽക്കുന്ന കൃഷ്ണൻ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരെണ്ണം വാങ്ങണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് വാങ്ങിയത് ഇത് കേട്ടോ. ഇതെല്ലാം എൻ്റെ ഇഷ്ടങ്ങളാണ്. ദേ കൃഷ്ണൻ തേര് തെളിക്കുന്നത്, ഒരു സിംഹം, നമ്മുടെ വീട്ടിലിങ്ങനെ സിംഹമൊക്കെ ഇരിക്കുന്നത് നമുക്കൊരു സിംഹമായിട്ട് ജീവിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇരിക്കട്ടെന്ന് ഞാൻ ഓർത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറവ് വരേണ്ടത് ഓർത്തിട്ട് ബുദ്ധൻ, ഒരു പോസിറ്റീവ് വൈബാണ്. പിന്നെ അടുത്ത കൃഷ്ണനെ കാണാൻ. ഈ കൃഷ്ണനെയൊക്കെ മേടിക്കുമ്പോൾ, ഈ വിഗ്രഹങ്ങളൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് വീടില്ല. ഓരോ കൃഷ്ണനും മേടിക്കുമ്പോൾ ഞാൻ ഭഗവാനോട് പറയും, ഗുരുവായൂരപ്പ, നീ എനിക്കൊരു വീട് തന്നിട്ട് ഇതെല്ലാം എനിക്ക് കാണിക്കാനും നിന്നെ വെക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. നീ തന്നെ എനിക്ക് വീട് തന്നോണം. ഇത് വെക്കാൻ എനിക്ക് സ്ഥലമില്ല. എല്ലാവരുടെയും വീട്ടിൽ വഴക്ക് പറയും, ഇത് എന്തിനാണ് ഇതിന് മാത്രം വിഗ്രഹം മേടിക്കുന്നത്, എവിടെ കൊണ്ട് വെക്കാനാണ്. ഇതെല്ലാം പൊതിഞ്ഞ് ഞാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവം എനിക്ക്, ഭഗവാൻ എനിക്ക് വേഗം ഒരു വീട് തന്ന് അങ്ങനെ വെക്കാൻ പറ്റി. അങ്ങനെ ഇതൊക്കെ ഞാൻ സ്വീകരണമുറിയിൽ വെക്കാം എന്ന് ചിന്തിച്ച് ഞാൻ മേടിച്ച് വെച്ചിരുന്നത്. ഈ മഞ്ചാടിക്കുരു ഉൾപ്പെടെ ഇങ്ങനെ ഉരുളികളൊക്കെ ഉണ്ട്, ഓട്ടുരുളി, പറ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും എനിക്കിതിനോട് ഭയങ്കര ഹരമായിരുന്നു. അങ്ങനെ മേടിച്ച് എൻ്റെ ഇഷ്ടം, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇഷ്ടം ഞാൻ ആസ്വദിച്ച് ചെയ്യും. അങ്ങനെ പല സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഗണപതി, കൃഷ്ണൻ്റെ ഒരുപാട് പേരുടെ ഒത്തിണങ്ങിയ ഇങ്ങനെ ഒരു വീട്, എനിക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ സ്വപ്നമാണ് ഒരു വീടെന്ന് പറഞ്ഞത് അല്ലേ. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വീട് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ ഇത് കിട്ടിയത് ഭഗവാനോടുള്ള ഭക്തി കൊണ്ട്. ഭഗവാൻ, ഞാൻ എപ്പോഴും പറയായിരുന്നു, എൻ്റെ താക്കോല് ഭഗവാൻ തരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ താക്കോല് തരാൻ വിഗ്രഹങ്ങളെ കൊണ്ട് എൻ്റെ വീട് നിറഞ്ഞ്, ഇത് വെക്കാൻ എനിക്ക് വീട് പണിത് കൊണ്ടിരിക്കുന്നു, താക്കോല് തരാൻ പോകുന്നുണ്ടെന്ന് പറയുമായിരുന്നു. കറക്റ്റ് ഒരു ദിവസം പെട്ടെന്ന് ഒറ്റ മാസം കൊണ്ടേ വീട് വാങ്ങിയത്. ഞാൻ വന്ന് കണ്ടു, എനിക്ക് ഒരുപാട് വീട് കണ്ട്, അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വീട് ഇതാണ്. അപ്പോൾ ഇനി ബാക്കി നിങ്ങൾ കണ്ടോ. എല്ലാവർക്കും എൻ്റെ വീട്ടിലിട്ടിരിക്കുന്ന ഫർണിച്ചർ എന്താണ്, ഇത് എവിടെ നിന്നാണെന്നൊക്കെ അറിയണമെന്നൊരു ആകാംക്ഷ കാണുമല്ലോ. ഇത് പരസ്യമൊന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ വീട് കണ്ടിട്ട് ഞാൻ ആദ്യം നോക്കി നടന്നത് ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള വീടാണെന്ന് നോക്കി. എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ വിചാരം അതാകുമ്പോൾ ഇഷ്ടംപോലെ പ്രകാശം കയറും. നല്ല ഇപ്പോൾ ഈ കർട്ടനൊക്കെ കണ്ടത്, ഇതിലൂടെ നന്നായിട്ട് നമുക്ക് പ്രകാശം, ഇത് കർട്ടൻ ഓപ്പൺ ചെയ്ത് വെച്ചാൽ നന്നായിട്ട് വീടിനകത്ത് ലൈറ്റ് വേണ്ട, അടിപൊളിയാണ്. പിന്നത്തെ ഒരു കാര്യം, ഈ ഫർണിച്ചറൊക്കെ ഞാൻ മേടിച്ചത് ഞാൻ കുറേ കടകളിൽ ഇങ്ങനെ കയറി നടന്നു, ഹോം സെൻറ്റർ ഉൾപ്പെടെ എല്ലായിടത്തും കയറുന്നത്. എനിക്ക് ഇഷ്ടമുള്ളത് പല സ്ഥലത്തുനിന്നായിട്ട് ഈ വീടിന് മാച്ചാകുന്നതുമായിരിക്കണം. അങ്ങനെ എൻ്റെ മനസ്സിൽ
നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം, ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത പല കടകളിൽ നിന്ന് ഞാൻ ഹോം സെൻറ്ററിൽ പോയി, അങ്ങനെ വേറെ ഹോം എന്നൊരു കടയുണ്ട് കളമശ്ശേരിയിൽ. അങ്ങനെ പല സ്ഥലത്തും നടന്ന് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നത് നോക്കിയാണ് ഇതെല്ലാം ഓരോന്നായിട്ട് മേടിച്ചത്. ഇതിപ്പോൾ കണ്ട നമുക്ക് നന്നായി വീട്ടിലേക്ക് പ്രകാശം കയറും. അതുകൊണ്ട് എനിക്കിഷ്ടമായിരുന്നു, കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. ഇതൊക്കെ വെച്ച് വരണമെങ്കിൽ എത്ര സമയം എടുക്കണം. അപ്പോൾ ഞാൻ അവിടുത്തെ എന്തായാലും വീട് ഇത് തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ഒത്തിരി വീട് കണ്ടതിന് ശേഷമാണ് ഇത് സെറ്റാക്കിയത്. നമ്മൾ ഈ നിലവിളക്കൊക്കെ നിങ്ങളോർക്ക് ഇതെന്ത് ഇത്രയും വലിയ നിലവിളക്ക് കടയിലേക്ക് വാങ്ങിയത്. നമ്മുടെ ഉദ്ഘാടനത്തിന് സമയത്ത് ഞാൻ 2 നിലവിളക്ക് ഇവിടെ വാങ്ങിയതാണ്. അപ്പോൾ ഇതെന്തായാലും വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ കൊണ്ട് വെക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഞാൻ പോളിഷ് ചെയ്ത് ഇവിടെ വെച്ചതാണ് 2. എന്തായാലും അത് ഭംഗിയായി. പിന്നെ ഞാൻ ഈ സോഫ സെറ്റ് വാങ്ങിയത് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇരുന്നവരോട് വർത്തമാനം പറയാമല്ലോ, സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ എന്ന് തോന്നിയിട്ട്. എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പം. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാമല്ലോ എന്നോർത്ത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോഫ ഇവിടെ ഇട്ടത് കേട്ടോ. ആദ്യം ഇവിടെ ഒരു പഴയ എൻ്റെ വീട്ടിലെ ഫ്ലാറ്റിൽ നിങ്ങൾ കണ്ട ഒരു ഡൈനിങ് ടേബിളാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരുന്നത്. എന്നിട്ടിട്ട് ഇതിനകത്തൊരു ഗുമ്മുമില്ല, അതിന് അങ്ങനെ സാധനത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ രണ്ടാമത് പെട്ടെന്ന് ഞാൻ പോയി കുറേ കടയിൽ കയറി ഇറങ്ങിയിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ സെലക്ട് ചെയ്തായത് ഈ ഡൈനിങ് ടേബിള് വേറെ ചെയർ വേറെ സെപ്പറേറ്റ് എടുത്താണ്. അങ്ങനെ ഇത് മേടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ പിക്കിള്, എൻ്റെ കടയിലുള്ള പിക്കിള് കേട്ടോ, എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. വാഷേരി ഇതാണ്. പിന്നെ ഇവിടുത്തെ പൈപ്പൊക്കെ കണ്ട, ഞാനിത് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണും. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. കൊള്ളാമല്ലേ? ഇനി നിങ്ങൾക്ക് കിച്ചൺ കാണാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി ഇരിക്കുമായിരിക്കുമല്ലോ. എൻ്റേത് ഓപ്പൺ കിച്ചണാണ്. എനിക്ക് ഓപ്പൺ കിച്ചൺ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓപ്പൺ കിച്ചൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും വൃത്തിയായിരിക്കണം. എനിക്ക് വൃത്തിയായിരിക്കുന്നതാണ് ഇഷ്ടം, അതിനൊരു മടിയില്ല. അതുകൊണ്ട് ഓപ്പൺ കിച്ചൺ കണ്ടതുകൊണ്ടാണ് എനിക്ക് ഈ വീടിന് ഒന്നാമത് ഇഷ്ടമായ കാര്യം. ഇതിനകത്ത് പുതിയ ഫ്രിഡ്ജാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഫ്രിഡ്ജ് വെക്കുന്ന ഒരു ഏരിയ ഇത്, മൈക്രോവേവ് വെക്കുന്ന ഏരിയ ഇത്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിരിക്കുന്ന എല്ലാം ഇപ്പോൾ വാങ്ങിയതല്ല കേട്ടോ, എല്ലാം നേരത്തെ മേടിച്ച് ഞാൻ കരുതി വെച്ചുകൊണ്ടിരുന്നതാണ്. ഞാനതിന് തയ്യാറായിരുന്നതാണ്. അപ്പോൾ തയ്യാറായിരുന്നപ്പോൾ എനിക്ക് വീട് കറക്റ്റായിട്ട് എത്തി എല്ലാം യൂസ് ചെയ്യാൻ പറ്റി. അതാണ്, അല്ല പെട്ടെന്ന് ഇപ്പോൾ വാങ്ങിയതേ അല്ല കേട്ടോ. ഇതെല്ലാം ഞാനിങ്ങനെ വാങ്ങുമ്പോൾ പോവനോട് പറയുന്നത് എന്തിനും ഇതൊക്കെ ഇപ്പോൾ വാങ്ങുന്നത്, വീടാകട്ടെ എന്ന് പറയുമായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ മേടിച്ച് വെച്ചതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ഉപകാരമായി പോയിരുന്നു. ഇതെല്ലാം നേരത്തെ വാങ്ങിയതാണ്. ഇതൊക്കെ കണ്ട നല്ല ഭംഗിയില്ലേ, ഇതൊക്കെ കാണാൻ വേണ്ടി നല്ല രസമില്ലേ? ഈ വീടിനെ കുറിച്ച് എല്ലാം നിങ്ങളോടൊന്ന് പറയണ്ടേ? അപ്പം ഞാനൊരു കാര്യം കൂടെ പറയാവേ. ഈ വീട് എല്ലാവരും ചോദിക്കും എവിടെയാണ് വീടെന്ന്. ഇത് നമ്മൾ എടപ്പള്ളിയിലല്ലേ താമസിക്കുന്നത്. എടപ്പള്ളിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി ഒരു ഗ്രാമപ്രദേശത്ത് എന്ന് പറയാം. 10 കിലോമീറ്റർ മാറുമ്പോൾ ഒരു ചെറിയൊരു ഗ്രാമം പോലെയാണിത്. ഈ സ്ഥലത്തിൻ്റെ പേര് പൂക്കാട്ടുപടി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ശകലം ഒരു 1/2 കിലോമീറ്റർ മാറി കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ വീട് ഇരിക്കുന്നത്. ഈ വീട് 2466 സ്ക്വയർ ഫീറ്റാണ് ഈ വീട്. 4 ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂം, മേളിൽ 2 ബെഡ്റൂം. പിന്നെ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം മുകളിലാണ്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ ആദ്യം ഒരു ഗസ്റ്റ് റൂം, പിന്നെ ഒരു നോർമലി ഒരു ബെഡ്റൂം, അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡൈനിങ് ഏരിയ ഒരെണ്ണം, പിന്നെ ലിവിങ് ഏരിയ ഒന്ന്, അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇനി പുറകെ കണ്ടോ, ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അവരെ എവിടെ കിടത്തുമെന്ന് ഓർത്തിട്ട്. ഒരു ദിവസം ആരെങ്കിലും വന്നാൽ വീട്ടിൽ നിൽക്കുമെന്നൊക്കെ ഒരു വെപ്രാളമായിരുന്നു. എന്നാലും എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ ഗസ്റ്റ് റൂമൊക്കെ ഉണ്ട്, അതുകൊണ്ട് സന്തോഷമാണ് ഒരുപാട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ആദ്യത്തെ റൂം. എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. ഇതാണ് ഒരു കബോർഡുണ്ട്, കുഴപ്പമില്ല, ആരെങ്കിലും വന്നാൽ സുഖമായിട്ട് നിൽക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഇത് എല്ലാം കിങ് സൈസ് ബെഡാണ് ഇവിടെ ക്രമീകരിച്ചിരുന്നത്. ഇവർ തന്നെയാണല്ല ഇതെല്ലാം, ഈ ബിൽഡർ തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തത്. നമ്മൾ ഈ ബെഡ്ഷീറ്റും സംഭവമൊക്കെ മാത്രമേ നമ്മളായിട്ട് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് ഞാനൊരു കുഞ്ഞ് സ്നേക്ക് പ്ലാന്റ് വെച്ചത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും, നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനതൊക്കെ എൻ്റെ ഈ വീട്ടിലൊന്നും അതില്ല, ഈ വീട്ടിൽ ഞാനത് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ലില്ലി എന്ന് പറഞ്ഞൊരു ചെടി ഞാനിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെന്ന് ഓർത്തല്ല. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? ഫുൾ വൈറ്റ് ആയത്. നമ്മൾ വൈറ്റ് ആകുമ്പോൾ ചെറിയ റൂമാണേലും വലിപ്പം തോന്നും, ഒരു ഭംഗി തോന്നും, നമുക്കൊരു പോസിറ്റീവ് ആണ്. നിങ്ങൾക്ക് തന്നെ തോന്നില്ല, എല്ലാം ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. അല്ലാതെ വാരി വലിച്ചിടുന്നത് എനിക്കിഷ്ടമല്ല, വാരി വലിച്ചിടുന്നത്. അപ്പോൾ വാരി വലിച്ചിടാതെ എല്ലാം അടുക്കും ചിട്ടയായിട്ട് ക്രമീകരിക്കാൻ പറ്റിയൊരു സൂപ്പറായിട്ട് എനിക്ക് എൻ്റെ കൈ എത്തുന്ന സ്ഥലത്ത് അത്രയും
സ്പേസേ ഉള്ളൂ ഇതിനകത്ത്. ഇങ്ങനെ വലിയ റൂമാകുമ്പോൾ ഭയങ്കര എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഇതെല്ലാവരും ഒതുങ്ങിയിരിക്കും. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷമാണെന്ന് പറയണം കേട്ടോ കമൻറ്റിലൂടെ. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ സ്റ്റെയർ കയറി വരുമ്പോൾ ഉള്ള കാര്യം പറയാം. ഒരു ബാൽക്കണി ഉണ്ട്, നല്ല പ്രകാശം കയറുന്നൊരു കർട്ടനൊക്കെ വെച്ച്, നല്ല മിററൊക്കെ വെച്ച്, നല്ല അടിപൊളിയാണ്. കണ്ട, ഒരു ലൈറ്റും വേണ്ട, ഇത് വെറുതെ നമ്മൾ തുറന്നിട്ടാൽ മാത്രം മതി. ഇഷ്ടംപോലെ ചെടിയൊക്കെ വെക്കാനുള്ള, ഞാൻ ചെടി വെക്കാൻ തുടങ്ങിയിട്ടില്ല, ചെടി വെക്കണം. ഇനി ചെടി വെക്കാനൊക്കെയുള്ള ബാൽക്കണിയാണ്. ഇനി ഈ വീടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ഈ വീടിനൊരു കിളിവാതിലുണ്ട്. ദേ നോക്കിക്കേ, കിളിവാതിൽ അടിപൊളിയാണ്. അത് നമുക്ക് ആ കിളിവാതിൽ ഇരുന്നുകൊണ്ട് താഴെ ആര് വന്നെന്നോ നമുക്ക് നോക്കാൻ പറ്റും. നമ്മൾ പണ്ടൊക്കെ വീടുകളിൽ കണ്ടിട്ടുള്ളൊരു സംഭവമാണ് കിളിവാതിലുണ്ടെന്നൊക്കെ. ഒരു കിളിവാതിൽ എന്തായാലും ഈ വീടിന് വെച്ചിട്ടുണ്ട്. അതെന്തായാലും അടിപൊളി, എനിക്കിഷ്ടപ്പെട്ട ഒരുപാട്. ഇനി കാഴ്ച ഞാൻ കാണിച്ചു തരാം. വരൂ വരൂ. ഇത് ബോബൻ്റെ പ്രയർ ഏരിയ. ബോബൻ രാത്രി കിടക്കാൻ നേരത്തൊക്കെ വന്നിരുന്ന് സമാധാനത്തോടെ പ്രാർത്ഥിക്കുന്ന, രാവിലെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രയർ ഏരിയ. രണ്ടുപേരും ഉണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ വേറെ ഞങ്ങൾക്ക് പിന്നെ കുറേ ബഹളങ്ങളുള്ള പ്രാർത്ഥനയാണല്ലോ, അനേകം ദൈവങ്ങളുണ്ട്. അപ്പോൾ അതുപോലെയല്ലല്ലോ ബോബൻ്റെത്. കണ്ട ഇഷ്ടപ്പെട്ട, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കാമായിട്ടിരിക്കുന്നതായിട്ട് തോന്നുന്നു. എനിക്ക് ഇങ്ങനത്തെ ലൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഹാങ്ങിങ് ലൈറ്റൊക്കെ. നിങ്ങൾക്കറിയാലോ എൻ്റെ പൂജാമുറി ഞാൻ വലിയ ഹാങ്ങിങ് ലൈറ്റൊക്കെ മേടിച്ചിട്ടിരിക്കുന്നത്. ചെറിയ സൗകര്യത്തിൽ പോലും ഞാൻ ഇതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ലൈറ്റ് 2 ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര ഇതിന് ഭയങ്കര എന്താ പറയുക ലുക്ക് കൊടുക്കും. നല്ല നോട്ടത്തിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇത് കിടക്കുന്ന കണ്ട. ചെറിയ സൗകര്യത്തിൽ ഈ ലൈറ്റ് പറ്റത്തില്ല, എന്നിട്ട് പോലും ഞാൻ ഈ ലൈറ്റ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര അടിപൊളി. ഓരോ സെലക്ഷൻ നല്ല. ഇത് ബിൽഡർ തന്നെ നമുക്ക് ചെയ്തു തന്നത്. ഇതൊക്കെ ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി മാസ്റ്റർ ബെഡ്റൂം കാണാം. വാ. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂം. കൊള്ളാവാ. നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കുന്നത് റൂമുകളിൽ ഏറ്റവും നല്ല റൂം എപ്പോഴും മാസ്റ്റർ ബെഡ്റൂം ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. നല്ല ബാത്റൂമൊക്കെ, ബാത്ത് ടബൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇല്ലാത്തത് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇഷ്ടം വരുമല്ലോ, നമുക്കിത് വേണം എന്ന് തോന്നുന്ന ആഗ്രഹിച്ച സംഭവമാണ്. അതുള്ളതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ റൂം തന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. നോക്കിക്കോ, ഡ്രസ്സ് വെക്കാനൊരു ഏരിയ. പിന്നെ ഞങ്ങൾ സെപ്പറേറ്റ് ഒരു കബോർഡൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിന് സ്യൂട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി ഒരു കിളിവാതിൽ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കിളിവാതിൽ കാണിച്ചു തരാം. അപ്പം പിന്നെ ആദ്യത്തെ ഒരു കാര്യം, പ്രകാശം കയറുന്ന സ്ഥലമാണ്. നല്ല വെറുതെ ഇങ്ങനെ തുറന്നിട്ടാൽ മതി. പിന്നെ ഒരു TV യൂണിറ്റ്, വെറുതെ ഇരുന്ന് ഇരിക്കാൻ ബോറടിക്കുമ്പോൾ ഒരു സിനിമയൊക്കെ കാണാം, അങ്ങനെ കരുതി റെഡിയാക്കിയതാണ്. പിന്നെ കിളിവാതിലെന്ന് പറഞ്ഞില്ലേ, ഇതാണ് കിളിവാതിൽ. ഇപ്പം താഴെ ആരെങ്കിലും വന്നാൽ നമുക്ക് കാണാം. നീ തുറന്നിട്ട് ആരാണെന്ന് നോക്കാം. പിന്നെ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ എനിക്ക് വല്ല എഴുതണമെന്ന് തോന്നിയാലോ, അല്ല എന്തെങ്കിലും ഒരു പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രസം തോന്നും. ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് താഴെ നോക്കിയിരിക്കാറ്. ബോബനൊക്കെ വരാൻ വൈകിയ ഒരു രസം, കാത്തിരിക്കാം. നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം, ആരാ താഴെ വന്നതെന്ന് കാണാൻ പറ്റും. അത്ര. പിന്നെ ഒരുങ്ങാം, ഡ്രസ്സിങ് ടേബിൾ. ഞാൻ ഒരുങ്ങുന്ന ഇവിടെ നിന്നാണ്. പിന്നെ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ എനിക്കിവിടെ ഒരു ചെയറുണ്ട്. ചെയർ പുറത്ത് പോകുമ്പോൾ കൊണ്ടിട്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് ഞാൻ വൈകുന്നേരം എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. കിടക്കാൻ നേരം നന്ദി പറയും, എല്ലാ ദിവസവും നന്ദി പറയും. അന്നന്ന് കിട്ടിയ എല്ലാ അനുഭവങ്ങളെയും കുറിച്ച് ഒരു നന്ദി പറഞ്ഞ് ഇട്ടാണ്. ബോബൻ അവിടെ പോയിരിക്കും, ഞാനിവിടെ ഇരിക്കും. നന്ദി പറഞ്ഞ് ദൈവത്തിനെല്ലാം സമർപ്പിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഇനി ബാക്കി വേറെ കാണിച്ചു തരാം. ബാത്റൂം കാണണ്ടേ നിങ്ങൾക്ക്? ഇതാണ് ഞങ്ങളുടെ 4ാമത്തെ ബെഡ്റൂം. ഇത് ഞങ്ങൾ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഡ്രസ്സൊക്കെ ഇതിനകത്ത് കൊണ്ട് വെച്ചിട്ടാണ് ഞങ്ങളെല്ലാം അടുക്കിടയ്ക്ക് എല്ലായിടത്തും ആക്കുന്നത്. കുറേ പണിയാണ്. ഇപ്പം കണ്ട, എല്ലാം ഒരേപോലെയാണ് സെറ്റാക്കിയിരിക്കുന്നത്. എല്ലാം വൈറ്റ് തീമിലാണ് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് വൈറ്റ് തീമിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അഴുക്കായ വേഗം അറിയാൻ പറ്റുമല്ലോ, എങ്കിലല്ലേ അതിനൊരു
അല്ലാതെ അഴുക്കായാലും ഈ ബെഡ്ഷീറ്റൊക്കെ തന്നെ വേറെ കളർ ഉപയോഗിച്ചാൽ വേഗം നമ്മൾ അഴുക്കായാലും അറിയത്തില്ല, പിന്നെ നമ്മൾ യൂസ് ചെയ്യത്തില്ലേ. അതുകൊണ്ട് വെള്ള തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് വെള്ള തന്നെയാണെന്ന് തോന്നുന്നു. ഭിത്തിയുടെ മൊത്തത്തിൽ ഇതൊരു വെള്ളയും വുഡിൻ്റെയും കളറ് ചേർന്നൊരു വീട് മൊത്തം അങ്ങനെയല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. എല്ലാവരും കമൻ്റ് ഇടണേ, വീഡിയോ നന്നായിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ പറയണം കേട്ടോ. ഓക്കെ. ഈ വീടിൻ്റെ ബാൽക്കണിയാണ്. ഇവിടുന്ന് അങ്ങ് വരെ വിശാലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നുകൊണ്ട് താഴത്തോട്ട് നോക്കിയാൽ നമുക്ക് ഹോളിൽ ആരുണ്ടെന്ന് കാണാം, ഡൈനിങ്ങിൽ ആരുണ്ടെന്ന് കാണാം, കിച്ചണിൽ ആരുണ്ടെന്ന് കാണാം. അപ്പം അതൊരു എനിക്ക് സുന്ദരമായൊരു കാഴ്ചയായിട്ട് തോന്നി. അങ്ങനെ വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഫാമിലിയിലൊന്നും അങ്ങനത്തെ വീടില്ലാത്തതുകൊണ്ട് എനിക്കിതൊരു ഭയങ്കര പുതുമയായിട്ട് തോന്നി, ഭയങ്കര ഇഷ്ടം തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും ടാറ്റ പറയും മോളെ. മേധക്കുട്ടി, മേധാലക്ഷ്മി, ഇതെല്ലാം മേധാലക്ഷ്മിയുടെ ഭാഗ്യമാണ് അല്ലേ. മേധക്കുട്ടി വന്നതിന് ശേഷമാണ് ഇതെല്ലാം വന്നത്. അപ്പം എല്ലാവരോടും ആദ്യം ദൈവത്തോട് നന്ദി പറയുന്നു, ഈ പ്രപഞ്ചത്തോട് മുഴുവൻ നന്ദി പറയുന്നു. ഒരു വീടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ അല്ലേ, ഒരു മനുഷ്യൻ്റെ ആയുഷ്കാല സ്വപ്നമാണ് കിടക്കാനൊരു നല്ല വീടുണ്ടാക്കുക എന്ന് പറയുന്നത്. അത് ദൈവം എനിക്ക് തന്നതിൽ ഞാൻ എപ്പോഴും പറയുന്നത്, ദൈവമേ എനിക്കെന്താ ഒരു വീട് തരാത്തതെന്ന് പറയുമായിരുന്നു മുൻപ്. ഇപ്പോഴല്ല, കുറച്ച് മുൻപൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷെ എനിക്ക് കുറേ കഴിയുമ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറയും വരും ഏറ്റവും മനസ്സിന് ഇഷ്ടപ്പെട്ട വരും എന്ന്. അതുപോലെ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു നല്ല വീട് വന്നതിന് ദൈവത്തോട് നന്ദി, നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ നന്ദി. എല്ലാവരുടെയും മുന്നിൽ എൻ്റെ തല ഇങ്ങനെ താത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ സന്തോഷം, നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ. മേധാമേ പറ ടാറ്റ ബൈ ബൈ. മാവിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഏതാ? ഫസ്റ്റ് ഫ്ലോറിലെ സിറ്റ് ഔട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണത്. ഊഞ്ഞാലുള്ളത് കൊണ്ട് ഇഷ്ടമാണ്. മഴയൊക്കെ ഉണ്ടെങ്കിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. എനിക്കും അത് അവിടെ തന്നെ ഇഷ്ടം. നല്ല രസം തോന്നും. എല്ലായിടവും നോക്കി എല്ലാ വീടുകളും കാണാം. അവിടെ നിന്ന് വഴി കാണാം, വഴി കൂടെ ആര് വരുന്നത് കാണാം. പിന്നെ കാറ്റും കൊള്ളാം, നല്ലതാണ്. മഴയുണ്ടെങ്കിൽ സൂപ്പറാണ്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്? വ്യൂവേഴ്സിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വീടിൻ്റെ ഒരു ആർക്കിടെക്ട് ഭംഗിയേക്കാൾ കൂടുതൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നോക്കിയത്. അതായത് അതിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നനവ് മുകളിലോട്ട് വരാതിരിക്കാൻ, ചിതലിൻ്റെ ആക്രമണം ഇല്ലാതിരിക്കാൻ, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ. പിന്നെ വീടിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ്, അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ. അങ്ങനെയുള്ള സംഗതികളാണ് ഞങ്ങളിപ്പോൾ വീട് മേടിച്ചത് എങ്ങനെയാണ്, ഫുൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് മേടിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവർക്ക് വീഡിയോസ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ വീട് എടുക്കാനായിട്ട് സിംഗിളിൻ്റെ അടുത്ത് ശുപാർശ ചെയ്തത്. ഞാൻ ഒരുപാട് വീട് ബോബനായി കണ്ട് നടന്നത്. ഞങ്ങൾ ഒത്തിരി വീടുകൾ കണ്ടു നടന്നത്. കാരണം ഞങ്ങൾക്ക് ഇനി മനസ്സിലായി, പ്രാക്ടിക്കലല്ല ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കല്. ഞങ്ങളുടെ ഈ ഏജിൽ ഞങ്ങളുടെ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സൊക്കെ വെച്ച് ഞങ്ങൾക്ക് തൊള്ളി പോലും സമയമില്ല. രാവിലെ 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരം കയറി വരുന്ന 8:30-9 മണിയാവും. ആ സമയത്ത് പിന്നെ അത്ര സമയത്തിനിടെ ഞങ്ങൾ ഫുൾ ബിസിയാണ്. പിന്നെ ഞങ്ങൾക്കൊരു വീട് വെച്ചാൽ അത് സ്ഥലം എടുക്കണം, പിന്നെ അത് വീട് വെക്കുമ്പോൾ ആദ്യം മുതലുള്ള പടിപടിയായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മളവിടെ ഉണ്ടായിരിക്കണം. അതൊന്നും നോക്കി നിർത്താനുള്ളൊരു സിറ്റുവേഷൻ അല്ല ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായൊരു വീട് തപ്പി ഞങ്ങൾ നടന്ന് ഈ വീട് കണ്ടപ്പോൾ എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് തന്നെ. പക്ഷെ ബോബൻ അങ്ങനെ ഇതെടുക്കാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബോബൻ എല്ലാത്തിലും എത്ര നല്ലതെന്ന് പറഞ്ഞാൽ ബോബനൊരു കുറ്റവും കൊണ്ട് വരും. അതുകൊണ്ട് ഇതിനും വല്ല കുറ്റവും കാണുന്ന ഓർത്ത് ഞാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സേ ഒന്ന് ശാന്തമാകുമെന്ന് സ്വയം ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇഷ്ടമുണ്ട്. അപ്പോൾ ബോബൻ ബിൽഡർ നല്ല അടിപൊളി, 2 ആമ്പിള്ളേർ നല്ല സൂപ്പർ 2 പിള്ളേർ. അവർ ഭാവിയിൽ നല്ല ബിൽഡേഴ്സാവും, ഉറപ്പായ കാര്യം. കാരണം അവർ ഭയങ്കര ആത്മാർത്ഥതയിൽ ഇത് ചെയ്തിരിക്കുന്നത്. വിൽക്കാൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല. അവരുടെ സ്വന്തം പോലെ അവർ ഇത് ചെയ്തിരിക്കുന്നത്.
അവരെ ഞങ്ങളിന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ നേരത്തെ കൂട്ടി പറയാത്തത് കൊണ്ട് അവർ ആലപ്പുഴയിൽ ഒരു പരിപാടിക്ക് പോയിരിക്കുന്നുണ്ട്, അവർ ഇന്ന് വരാൻ പറ്റില്ല. ഞാൻ ആ ബിൽഡേഴ്സിൻ്റെ നമ്പർ ഒത്തിരി പേരോട് ചോദിച്ച് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം കേട്ടോ. അവരുടെ 2 പേരുടെ, ഒരാളുടെ പേരെന്തുവാ സുൽഫി, ഒരാളുടെ പേര് അനസ്. 2 ഫ്രണ്ട്സാണ് അവർ രണ്ടുപേരും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ വീടാണ്. ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഇവിടെ സന്തോഷത്തിലാണ്. ഒന്നിനും അവർ അന്നേരം ഇപ്പോൾ ഞങ്ങൾക്ക് ബെഡ്റൂമിലെല്ലാം ബെഡ് വരെ അവർ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് സാധനം തന്നെയാണ് നമുക്ക് തന്നെ. എല്ലാം നല്ലത് തന്നെയായിരുന്നു. പിന്നെന്ത് പറയാനാ അല്ലേ, അവരോട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. എല്ലാം ഞങ്ങൾ മനസ്സിന് ഒരുപാട് സന്തോഷിച്ച് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. മനസ്സിന് തൃപ്തിയുണ്ട്. നമുക്ക് ഒന്നിലൊരു പോരായിക തോന്നാതെ എല്ലാം സംതൃപ്തിയായിട്ട് ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കും അതുപോലെ ഭാവിയിൽ ഒരുപാട് വീടുകളൊക്കെ വെക്കാൻ പറ്റട്ടെ. എല്ലാവരും സന്തോഷത്തോടെ നിങ്ങൾ നിർമ്മിക്കുന്ന വീട്ടിൽ, അതുപോലെ ഈ വീട്ടിൽ അവർ വാസ്തു നോക്കി ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഞങ്ങൾ ആദ്യം കണ്ടിട്ട് നമുക്ക് എല്ലാവരും വിശ്വാസവും വേണമല്ലോ. നമ്മൾ താമസിക്കുന്ന നമ്മുടെ തലമുറകൾ കൈമാറുന്നൊരു സംഭവമാണ് ഈ വീടെന്നൊക്കെ പറഞ്ഞത്. അപ്പം നമ്മളത് ഒന്ന് നോക്കണമെന്ന് ഞങ്ങൾ നോക്കിച്ചപ്പം വീടെല്ലാം സ്ഥാനത്തൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ സന്തോഷത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് അനസിനോടും പിന്നെ സുൽഫിയോടും, ഇനിയും നിങ്ങൾ അനവധി വീട് വെക്കട്ടെ. നിങ്ങൾ വെക്കുന്ന വീടുകളിൽ എല്ലാവരും മേൽക്കുമേൽ അഭിവൃദ്ധിയോടുകൂടി സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നല്ല വീടുകൾ വെക്കുന്ന നിങ്ങൾക്ക് ഇനിയും അതിനുള്ള എല്ലാ മേഖലകളും തുറന്നു കിട്ടട്ടെ എന്ന് പറയുന്നു. ഒരുപാട് പേർക്ക് ബിൽഡറിൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്പർ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കും. ബിൽഡേഴ്സിൻ്റെ നമ്പർ എന്ന് പറഞ്ഞ് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പ്രത്യേകം ഞാൻ കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോണം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞാൻ വീഡിയോ എടുക്കും നിങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ഞാൻ എൻ്റെ ഈ സ്വന്തമായിട്ട് വീഡിയോ പിടിച്ച ഒരു കാശിന് കൊള്ളാത്തൊരു വീഡിയോ ആയിരിക്കും. നിങ്ങളപ്പോൾ ഓർക്കും ഈ വീടിൻ്റെ ഭംഗി മുഴുവൻ നശിപ്പിച്ച വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് അഞ്ജന എന്ന് പറഞ്ഞൊരു കുട്ടി ക്യാമറ എല്ലപ്പോഴുമൊക്കെ നിങ്ങൾ കാണുന്ന നല്ല വീഡിയോ അവളെടുത്തതാണ്. അപ്പോൾ അവളെടുത്ത് പറഞ്ഞു, ആൻറ്റി ഞങ്ങൾക്ക് ഇങ്ങനൊരു സാറുണ്ട്, പുള്ളിക്കാരനെ കൊണ്ടുവരാം, അവർക്ക് ഇതിൻ്റെ ഒരു CW പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറഞ്ഞിട്ട് കമ്പനിയുണ്ട്, അവരാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരുമായിരിക്കും പറയും. അങ്ങനെ അവരാണ് വന്ന് ഇത് ക്യാമറയിൽ കംപ്ലീറ്റ് ഇതിൻ്റെ ഭംഗി ഒപ്പി നിങ്ങളുടെ മുന്നിലേക്ക് തന്നിരിക്കുന്നത്. അപ്പം എൻ്റെ കഴിവല്ല, ഇത് ക്യാമറ അവരുടേതാണ്, എൻ്റെ ക്യാമറയിൽ എടുത്തതല്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യമായി കാണുമെന്ന് എനിക്കറിയാം. പിന്നെ ഇനി നിങ്ങൾക്കും ഇതുപോലത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. ഞാൻ അവരുടെ നമ്പർ ഇതിൻ്റെ കൂടെ തമ്മിൽ കൊടുത്തേക്കാം കേട്ടോ. എൻ്റെ കമൻറ്റിൻ്റെ ഒപ്പം ഇത് വെച്ചേക്കാം, ഞാൻ നമ്പർ വെച്ചേക്കാം. പിന്നെ വേറെ എന്താ പറയുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഒന്നും പറയാനില്ല, എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഞങ്ങൾ രണ്ടുപേരും വളരെ ഹാപ്പിയാണ്, സന്തോഷം. നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന, സ്നേഹം, എല്ലാത്തിനും നന്ദി. ഈ സർവേശ്വരനോട് നന്ദി അല്ലേ. നല്ലൊരു ജീവിതം ഞങ്ങളിവിടെ ജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥന, അനുഗ്രഹവും സ്നേഹവും സപ്പോർട്ടും ഇനിയും തുടർന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. സ്നേഹത്തോടെ, ഒരുപാട് സ്നേഹത്തോടെ, സിംഗിൾ ബോബൻ.